29 ഇയേഴ്സ് മുമ്പാണ് നമ്മൾ ഈ മാർബിൾ ഗാലറി സിവിലൈസേഷനിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ആ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് വ്യക്തമായ കാര്യമായിട്ട് ഐഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൽ മാർബിൾ തുടങ്ങണം എന്നൊരു ഡ്രീം മാത്രമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. ആ ഡ്രീമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് എൻ്റെ GM അല്ലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ GM-നോട് ചോദിച്ചു, ഹൗ മച്ച് ഈസ് യുവർ ക്യാപിറ്റൽ, സോ ഹൗ മച്ച് ആർ യു എക്സ്പെക്ടിങ് ആസ് പ്രോഫിറ്റ്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് എന്നെ രാജീവ് ചൗള എന്ന് പറഞ്ഞൊരു ജനറൽ മാനേജർ അതിൻ്റെ അടുത്ത് എൻ്റെ ചോദിച്ച്. അപ്പൊ ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഈ വിത്തൗട്ട് ഈ ബിസിനസിനെ കുറിച്ച് ABCD അറിയാതെ ജസ്റ്റ് വന്നു പെട്ടതാണ് ഞങ്ങൾ. മനസ്സിലൊരു ഉറച്ച പ്രതീക്ഷ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ളത്. അതെന്തോ ഒരു ഞങ്ങൾ രാജസ്ഥാനിൽ ആ ജേണിയിലുണ്ടായ ഒരു തീരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ആരംഭിക്കാൻ കാരണമായത്. അങ്ങനെ ബിസിനസ് തുടങ്ങണമെന്ന് വന്നു, തിരിച്ചു വന്നു, റിസൈൻ ചെയ്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തു. നമുക്ക് 2 റൂം വേണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ സ്ഥാപനം വേണം. അങ്ങനെ ബിൽഡിംഗ് കാലിക്കലിലേക്ക് അന്വേഷിച്ചപ്പോൾ ഭയങ്കര നമുക്ക് വലിയ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റെന്റും മറ്റു കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇനിഷ്യലി ഇവിടെ സിവിൽ സ്റ്റേഷനിൽ നമ്മൾ അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ 2 റൂം വാടകയ്ക്ക് കൊടുക്കാണ്ട് അല്ലെങ്കിൽ റെന്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചുകൊണ്ട് നമ്മൾ അഡ്വാൻസ് നൽകി. പക്ഷേ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 ബിസിനസ് ഓൾറെഡി നമുക്ക് 2 നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു. ഒരു മിസ്റ്റർ ഏബിൾ കോയക്ക, അല്ലെങ്കിൽ ഏബിൾ ഓട്ടോമൊബൈൽസിന്റെ കോയക്കയും, അതുകൊണ്ട് മിസ്റ്റർ സലീം ഫ്രം പെരുന്നാൾ. ഇവർ 2 പേരാണ് നമ്മുടെ ഫസ്റ്റ് ബിസിനസ് നമുക്ക് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ആക്കി തന്നത്. അങ്ങനെ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് നമ്മളെ സംബന്ധിച്ചും നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 2 റൂമിന് നമ്മൾ റെന്റ് അല്ലെങ്കിൽ മറ്റ് അഡ്വാൻസ് പേയ്മെന്റുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു. പലയിടത്തുനിന്നൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് പണം നമ്മൾ കണ്ടെത്തി, കുറച്ച് മെറ്റീരിയൽ നമ്മൾ ഒരു ഫസ്റ്റ് കൺസ്യൂമറിലൂടെ നമ്മൾ മെറ്റീരിയലൂടെ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ മെറ്റീരിയൽ വന്നെങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ചോളം ഇത് വാങ്ങാൻ കസ്റ്റമർക്ക് മാർബിൾ ഗാലറി എന്ന സ്ഥാപനത്തിന് ഒരു ട്രസ്റ്റ് വേണം, ഒരു പ്രൊഡക്റ്റ് വേണം. അപ്പോൾ ഈ മാർബിൾ ഗാലറി എന്ത് പേരിടണം, ഈ സ്ഥാപനത്തിന് എന്ത് പേരിടണം എന്നാണ് നമ്മളൊരു ഷോറൂം എന്ത് പേരിടണം, എന്ത് പേരിട്ട് തുടങ്ങണം. അപ്പം അങ്ങനെയാണ് നമ്മൾ കാലിക്കൽ സദ്യക്കിൻ്റെ മിസ്റ്റർ ഷഫീഖാണ് നമുക്ക് ഇതിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്ത്, നിങ്ങൾ മാർബിളിൽ തുടങ്ങാൻ പോകുന്നത് ലിറ്റിൽ ബി മാർബിൾ ഗാലറി എന്നായിക്കോട്ടെ. അങ്ങനെ മാർബിൾ ഗാലറി എന്നൊരു പേരിലാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയത്. ഏകദേശം 1 വർഷത്തോളം കസ്റ്റമർ വാക്കിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിരുന്നു. പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഷോപ്പ് അല്ലെങ്കിൽ ഷോറൂം തുറക്കുമായിരുന്നു. ഏകദേശം നമ്മളൊരു വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബട്ട് നമ്മൾ സ്റ്റിൽ മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ മാർബിൾ ബിസിനസ്സുമായിട്ട് പല ആൾക്കാരെയും അപ്രോച്ച് ചെയ്തു, പല കസ്റ്റമറെയും അപ്രോച്ച് ചെയ്തു. നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കുറേ R&D ചെയ്തു. R&D എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ബിസിനസ്സിൽ വേണ്ടത് എങ്ങനെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും, എങ്ങനെ ബിസിനസ് ആക്കിക്കൊണ്ടുവരും, കുറേ ചിന്തകളും. നമ്മൾ എല്ലാം സൈമൾട്ടേനിയസ്ലി എല്ലാം ബിസിനസ്സിൽ ഒരുമിച്ച് കൊണ്ടുപോകണം. കാരണം നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കുറേ ചിന്തിക്കണം, എങ്ങനെയാണ് നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്നത്. കുറേ ആശയങ്ങളും കാര്യങ്ങളൊക്കെ സ്വരൂപിച്ച് നമ്മൾ ബിസിനസ് അങ്ങനെ ഗ്രാജുവലി നമ്മൾ പിക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പക്ഷേ നമ്മളൊന്ന് ഏകദേശം നമുക്കൊരു ബിസിനസ്സൊക്കെ ഒന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞൊരു 3 വർഷമെങ്കിലും എടുത്തു ഒന്ന് ബിസിനസ് ജസ്റ്റ് ഒന്ന് പച്ച പിടിക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ അതുവരെ നമ്മളൊരു ഇൻക്യുബേഷൻ പീരീഡ് പോലെയാണ് ബിസിനസ്സിലുണ്ടാകുക. കാരണം ആ 3 വർഷമാണ് ക്രൂഷ്യൽ. സാധാരണ ബിസിനസ്സുകളൊക്കെ ഫെയിലിയർ ആകുന്ന പറഞ്ഞാൽ പീപ്പിൾ ദേ ഇൻവെസ്റ്റ് ഓൺ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഉള്ള ഒരു കാത്തിരിക്കാനോ അതിൻ്റെ പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടെ നമ്മൾ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും എഫേർട്ട് എടുത്ത് കാത്തിരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകൾ ഫെയിലർ ആയി പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ക്ഷമയോടുകൂടി നമ്മൾ ഈ 3 വർഷം നമ്മൾ ശരിക്കും നല്ല ലിറ്ററലി എഫേർട്ട് എടുക്കും. കാരണം ഞാൻ ശരിക്കും വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് ഐ വാസ് ഗെറ്റിംഗ് ഗുഡ് ബെനിഫിറ്റ്. എനിക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് എത്തിയത്. ആ സമയത്ത് എന്നെ സംബന്ധിച്ചൊരു വാശിയാണ്. കാരണം ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സൈഡിൽ നിന്നും എനിക്ക് അത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് എന്തിനാ ചെയ്തത്, ഇങ്ങനെ തീരുമാനം എടുത്തത്, ഒരു നല്ലൊരു ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ഒന്നുമില്ലാത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ പല രീതിയിലും പല ക്വസ്റ്റ്യൻസ് ഈവൻ ഫ്രം ദ ഫാമിലി. പ്രത്യേകിച്ച് 90s കാലങ്ങളിലൊക്കെ ബിസിനസ് എന്ന സംഭവം ഒരു സേഫോ സെക്യൂർഡ് ആയിട്ടുള്ള അന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലിയാണ്. കാരണം ഒരു സേഫർ സോൺ ഗവൺമെന്റ് ജോലിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാർഷിക മേഖല ബിസിനസ് ഒരു കമ്മ്യൂണിറ്റി കാലിക്കറ്റിലൊക്കെ ആ സമയത്ത് വലുതാ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബിസിനസ് അത്ര സേഫ് അല്ല, സെക്യൂർഡ് അല്ല, റിസ്ക് ആണെന്നാണ് എല്ലാവരും ധാരണ ഉണ്ടായിരുന്നത്. ഈവൻ നമ്മളൊരു കല്യാണം കഴിക്കണം തന്നെ എന്താണ് നിങ്ങളുടെ ജോലി, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ കാലങ്ങളിൽ. കുറേ റിസ്ക് ഉണ്ടാകും. റിസ്ക് എലമെന്റ് കണ്ടമാനാണ് ബിസിനസ്സിൽ. എന്നും ഈ 3 വർഷം ഈ പറയുന്ന ഇൻക്യുബേഷൻ പീരീഡ് മിനിമം 3 years ആണ് ബിസിനസ്സിൽ ഇൻക്യുബേഷൻ. ഈ 3 വർഷം ശരിക്കും ലിറ്ററലി നമ്മൾ കുറേ ബ്ലാക്ക് ലക്ഷത്ത് കുറേ
ലിറ്റിൽ കുറേ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ 3 വർഷത്തെ ശരിക്കും സ്റ്റോറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറേ ഉണ്ട് ശരിക്കും പറയാൻ സംസാരിക്കാം. പക്ഷേ എന്നാൽ കൂടി ഞാൻ ബ്രീഫായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ കൂട്ടി നമ്മളെല്ലാം എന്താ പറയുക, എന്നും നമ്മൾ 96 ആണ് ബിസിനസ് സ്റ്റാർട്ട് അന്ന് തുടങ്ങി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എപ്പോഴും നമ്മളിതിൽ കൊണ്ടുവന്നിരുന്നു. എന്താണ് യുണീക്ക്നെസ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്ത് ചേഞ്ചസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എന്ത് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും, എങ്ങനെ നമ്മൾ റാദർ ദാൻ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിലുപരി നമ്മൾ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കാതെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുക. ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പ്രോഡക്റ്റ്, ഇവൻ നമ്മൾ ടീമിനോടും പറയാം, പ്രൊഡക്റ്റ് വിൽക്കാനല്ല പോകുന്നത്, എന്താണ് കസ്റ്റമറുടെ പെയിൻ പോയിന്റ്, ആ പെയിൻ പോയിന്റ് അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. പറഞ്ഞ മാതിരി ബിസിനസ്സിൽ നമുക്ക് നമ്മൾ ഈസി അല്ല. കുറേ ക്യാപിറ്റൽ ഉണ്ടായതുകൊണ്ട്, കുറേ പണം ഉണ്ടായതുകൊണ്ടോ, നിങ്ങൾ എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്താലും ബിസിനസ്സിൻ്റെ നിങ്ങൾ ഈ പറയുന്ന ഇൻക്യുബേഷൻ പീരീഡൊക്കെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കാനും അതിൻ്റെ ചലഞ്ചസുകൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറല്ലാണ്ട് നിങ്ങൾ മുന്നോട്ട് ബിസിനസ് തുടങ്ങിയിട്ട് അതിലൊരു കാര്യം ഉണ്ടാവില്ല. എൻ്റെ ഒരു അഡ്വൈസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ അതിനെ എടുക്കാം. നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടാവാം, വളരെ ഹമ്പിൾ ബിഗിനിങ്ങോട് തുടങ്ങിയ, വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ഥാപനം ഒരു 29 വർഷത്തെ ലെഗസി എങ്ങനെ ഉണ്ടായി. ദിസ് ഈസ് ജസ്റ്റ് മൈ സ്റ്റാർട്ട് ഓഫ് മൈ ജേർണി. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ദി പേഴ്സൺ ഹൂ മേഡ് ദ ഡ്രീം ബിഗർ.